ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും. ആക്ച്വലി ഇന്ന് വിഷു ആണോ ചോദിച്ചാൽ വിഷു അല്ല, വിഷുവിൻ്റെ തലേന്നാണ്. അപ്പോൾ വിഷു ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ജാംജൂമിലേക്കാണ്. ഞങ്ങൾ ജാംജൂമിലെത്തി. സാധനം വാങ്ങണം. നമ്മൾ ലിസ്റ്റായിട്ട് വന്നിക്കണം. നമുക്ക് സാധനം വാങ്ങാം. അടുത്ത പിന്നെന്ത് പോലെ തോന്നണേ? മതി. പഴുത്തല്ലോ. ഒരു മീഡിയം പഴുപ്പ് പോലെ. അവർക്കത് കൊടുക്കണ്ടേ? ഞങ്ങളെ പകുതി ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി ബാക്കി ഷോപ്പിംഗ് ഇനിയുണ്ട്. ഹലോ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്നെ 10 മണിയാവും. അതിൻ്റെ ഇടയിൽ ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതാ എനിക്ക് വീഡിയോസൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തുമ്പോൾ തന്നെ 10 മണി. ഇപ്പം എനിക്ക് തോന്നുന്നത് സമയം 12 ആവാനായിരുന്നു. ഒറ്റയ്ക്ക് കണി ഒരുക്കാൻ പോവാൻ എനിക്കറിയില്ല എങ്ങനെയാവും എന്താവുമെന്ന്. പിന്നെ ക്യാമറ പിടിച്ചു തരാൻ മാത്രം ആരുമില്ല. വിശാഖ് ഉറങ്ങിപ്പോയി. കഴിഞ്ഞ വിഷുവിന് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കിതാ ഈ സാധനങ്ങൾ മൊത്തം ഇവിടെ ഒരുക്കണം. എന്തായാലും ചെറിയ ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരുക്കണത്. ഓക്കെ, ഇപ്പോൾ 1:10 ആയിക്കണം. ഞാൻ എന്തായാലും കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉറങ്ങണം. കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് കണി വിളക്കൊക്കെ കത്തിക്കണം, കണി കാണിക്കണം. ഏകദേശം ഒരു ഐഡിയയിൽ ചെയ്തതാ. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാനിപ്പം ചെയ്തത്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ കണി ഒരുക്കി ഒറ്റയ്ക്ക് ചെയ്തതാ. ഗൈസ്, ഫൈനലി കണി കാണണ്ടേ? എല്ലാവരും കണി കണ്ടോളൂ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ. അങ്ങനെ കണി കണ്ടു കഴിഞ്ഞ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാൻ. നമ്മളതിലുള്ള കുറച്ച് സാധനമായിട്ട് നമുക്ക് പൊട്ടിക്കാം. കത്തിക്കൂടാൻ കത്തി. എന്തൊരു കാറ്റാ! കുറച്ച് കാറ്റിനോടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ അത്? അമ്മ കത്തിക്കാൻ ഇഷ്ടമല്ല.
അവിടെ നിന്ന് അവിടെ നിന്ന് ഇനി നമുക്കൊരു ഡ്രോൺ വിടാം. വാ അമ്മേ, അയ്യോ അത് ഞാൻ കത്തിച്ചോ, ഒരു കുഴപ്പമില്ല. അയ്യോ അയ്യോ അല്ലാ. അമ്മേ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോയി. വണ്ടി എടുത്തിട്ടേ നാടാണ് കേട്ടോ. കശുമ്പ ഉണ്ട്, കശുമ്പ. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി സുന്ദരമായ നാട്. ആക്ച്വലി എൻ്റെ നാട് കോഴിക്കോടാണെങ്കിൽ ഞാൻ ഇപ്പം മലപ്പുറത്താണ് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങൾ സ്ഥിരം വരുന്ന അമ്പലം. വിഷുവായിട്ട് നല്ല തിരക്കുണ്ട്, കുറേ സുന്ദരന്മാരും സുന്ദരികളും ഉണ്ടേനി. നമുക്ക് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാം. ബോഡി ഷോ. കൈനീട്ടം താ, ഇവിടെ കൈനീട്ടം താ. ഹലോ, അങ്ങനെ കണി വെച്ചു, അമ്പലത്തിൽ പോയി. ഇപ്പൊ ഞാൻ എവിടെ പോവാ? എന്റെ വീട്ടിൽ പോവാ. എന്തിന്? സദ്യ കഴിക്കാൻ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ വിശേഷം കാണിച്ചു തരാം ട്ടാ. ഇതാണ് എൻ്റെ വീട്, കണ്ടോ? എൻ്റെ വീടിൻ്റെ പേര് ട്രിപ്ലറ്റ്. ഞാൻ ട്രിപ്ലറ്റാ കാണിച്ചരേ. ഇതാണ് എൻ്റെ ഒരു സിസ്റ്റർ, ഇതാണ് എൻ്റെ അടുത്ത സിസ്റ്റർ, ഇത് ഓൾഡ് ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അച്ഛമ്മ. എങ്ങനെയുണ്ട് സദ്യ? കോഴിക്കോട് സദ്യ അച്ഛമ്മേ? ആ അത് പറയാൻ പറഞ്ഞേ, ഇവിടെ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കോട് സദ്യയിൽ ചിക്കനൊക്കെ ഉണ്ട്. നമ്മള് മലബാർ സൈഡല്ലേ, സാരില്ല. അങ്ങനെ സദ്യ കഴിച്ച് പിന്നീട് ഞങ്ങൾ ഫോട്ടോ സെഷൻ ആയിരുന്നു. കുറേ ഫോട്ടോസ് എടുത്ത്. വിഷു നല്ല കളറാക്കി. പിന്നെ അച്ഛന് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.